വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസത്തിന് അനുസൃതമായ അടിസ്ഥാന സൗകര്യ വികസനം, അത് കെട്ടിടങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടന്നതുപോലെ തന്നെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ വളരെ വിഷമിച്ച് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത് പറയുമായിരുന്നു, ആരോഗ്യ മേഖലയിൽ യാതൊരു മാറ്റവും വരുന്നില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികസനത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കെട്ടിടങ്ങളുടെയൊക്കെ സ്ഥിതി അതീവ ശോചനീയമായിരുന്നു. മഴക്കാലത്തൊക്കെ നമ്മൾ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്ത ചെയ്യുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലത്ത് കിടക്കുന്ന രോഗികളും ഒക്കെ. അതെ, കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആധുനിക ഉപകരണങ്ങൾ, ആധുനികമായ ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ സയൻസിലെ വികാസത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഏറെയും കുറഞ്ഞ് ഹെൽത്ത് സർവീസിലുള്ള ആശുപത്രികളിലും ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.